ഹലോ ഗൈസ് എവരിബഡി, വി ആർ ബാക്ക്. സോ ഗൈസ്, നമ്മളിന്ന് വീണ്ടും വന്നേക്കാണ് റോബ്ലോക്സ് ആയിട്ട്. AF ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു വേറെ ഗെയിമാണ് കളിക്കാൻ പോണത്. ചൂച്ചു ചാൾസിൻ്റെ ഒരു ഗെയിമാണ്. നിങ്ങൾ ചൂച്ചു ചാൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവൻ്റെ ഗെയിമാണ് ഗൈസ് ഇത്. സോ ഗൈസ്, അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ ചാൾസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും അത് ചൂച്ചു ചാൾസ് ആണെന്ന്. ഗൈസ്, ഇവിടെ 5-6 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, അവിടെ തോമസ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് തോമസ് അവിടെ നിന്ന് പുകയെന്ന് കേട്ടിട്ടുണ്ടോ? പുകയെന്ന് കണ്ടില്ല. എനിക്കൊന്ന് അവിടെ തോമസ് ഉണ്ടാവുമായിരിക്കും. ഓ ഗൈസ്, തോമസ് ചൂച്ചു ചാൾസാവാ. ഓക്കെ, അവനെ തീർത്തിട്ടാ. ഓ, അവനെ തീർത്ത്. അതൊരു സ്പൈഡർ എഞ്ചിന്. അതങ്ങോട്ട് പോയി. ഓ, അതേ പോണു. ഗൈസ്, അവൻ്റെ പുറകിലാണത്. പക്ഷെ എൻ്റെ വണ്ടി തോമസ്. ഞാൻ ചോദിച്ചു പേടിഎമ്മിൻ്റെ ഒരു ട്രെയിൻ എഞ്ചിനൊക്കെ ഉണ്ട്. തോമസിൻ്റെ ഒരു ട്രെയിൻ എഞ്ചിൻ ഉണ്ട്, ഒരു സ്പൈറൽ എക്സൊക്കെ ആയിട്ട്. നമ്മളെ കടിക്കൂ. ഇത് തോമസ് അല്ല, ചൂച്ചു ചാൾസിൻ്റെ നീല കളർ വേർഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചാൾസ് ഉണ്ട് ഗൈസ്, നമ്മുടെ ചൂച്ചു ചാൾസ്. ഇത് തോമസ് ചാൾസ് എന്ന് തോന്നുന്നു. തോമസ് ചാൾസ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓ, ഇതെല്ലാം ഓരോരോ ഇതാണിത്. ഇതൊരാ ട്രെയിൻസിൻ്റെ ആ ചൂച്ചു ചാൾസിൻ്റെ ഓരോരോ വെർഷൻസ് ഉണ്ട് ഇവിടെ. തോമസും അവരൊക്കെ ഫുള്ള് ചൂച്ചു ചാൾസാക്കി. അപ്പോൾ ഗൈസ്, നമ്മളെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇത് രാത്രിയോടെ വരുന്നു. രാത്രി വീഡിയോ ഉണ്ടോ? അവിടെ ചാൾസ് ഉണ്ടെന്ന് തോന്നിട്ടോ. ക്രിസ്റ്റൽ അവരെ ധാരാന്ന് എനിക്ക് അറിയത്തില്ല. ചത്ത വാട്ട്? ഇവിടെ എന്തോ നടക്കാൻ പോവാണ്. എനിക്ക് നമ്മളോട് പുറത്തിറങ്ങിക്കാൻ ചാവുന്നു. എന്നിട്ട് ആൾ ചത്ത് കിടത്തുന്നുണ്ട്. ഇവിടെ 4 ആൾക്കാരുണ്ട്. 4 ആൾക്കാർ തന്നെ. നമ്മളെ കൂട്ടും. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ആള് നമ്മളെ ക്രിസ്റ്റൽ വീണ്ടും ജീവനാണ്. ക്രിസ്റ്റൽ ഏതാ അറിയില്ല. നേരത്തെ രാവിലെ ആയിരുന്നു. പിന്നെ ലൈക്ക് അടിച്ചത് കൊണ്ടാണ് ഞാൻ ലൈക്ക് അടിച്ചെന്ന് വിട്ടിട്ട്. എൻ്റെ കേസ് ആ ലൈക്ക് ബട്ടൺ ഓഫാക്കി. അല്ലേ, ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇയാളല്ല ടോപ്പൻ ഹാറ്റി. അല്ല ബ്രോ. ബ്രോ എന്താണ് മച്ചാനെ? ആളൊന്നും മിണ്ടുന്നില്ല. ഇവിടെ കുറെ പർച്ചേസ്, കുറെ ഇത് പ്രാന്ത. അയ്യോ, ചാൾസ് ഇതേ വരുന്നു പണ്ടാരം. ചാൾസ് ഇതേ ഇങ്ങോട്ടേക്കാണല്ലോ ഗൈസ്. ഹലോ ചാൾസ്, എൻ്റെ മുമ്പിൽ. ഹലോ ബ്രോ. എനിക്ക് നമ്മളോട് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഒരു പച്ച വര അടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവ നമ്മളെ പിടിക്കില്ല എന്നാണ്. അയ്യോടാ, പാവത്തിനെ പിടിക്കാൻ പറ്റില്ല. സൗണ്ട് വയ്ക്കാം ഭയങ്കര ഒച്ച. ഓ, ഒറ്റ ഫുൾ സൗണ്ട് കുറച്ചേക്കാണ്. നല്ല ചാൾസ്. അവിടെ പോയി. ഓ, ചൂച്ചു ചാൾസ് ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മൾ ഈ വരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊല്ലാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഏകദേശം 5-6 ആൾക്കാരുണ്ട് കേട്ടോ. മൊത്തം 4 ആൾക്കാരുണ്ട്. ഇപ്പോഴും 4 ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ തോമസിൻ്റെ ഒരു 1 ആൾക്കാരുണ്ടെന്നാണ്. എഗ്വറുണ്ടോ? അതാര് എനിക്കറിയില്ല കേസ് ആരാന്ന്. എന്തെങ്കിലും ആട്ടെ കേസ്, ഒരു കാര്യം ചെയ്യാം കേസ്. അങ്ങോട്ടേക്ക് വരുന്ന പോയി നോക്കാം. ചാവുന്നത് നമ്മൾ സാധാരണ അവർ നമ്മുടെ അടുത്ത് കയറാം. പക്ഷെ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി ചാത്ത് കഴിയുന്നുണ്ടാവും. നോക്കാം. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ പോയിട്ട് ഇവന്മാരെന്താണ് ഗസ് വെറുതെ പണി പിടിക്കാൻ പോകുന്നത്. ചൂച്ചാൽസ് അങ്ങനെ വേണ്ടിയാണെങ്കിൽ ഒന്ന് നോക്കണ്ടോ, ഓടി രക്ഷപ്പെടാം. പിന്നെ ഇവന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഗസ് എനിക്ക് ഇവന്മാർ പൊട്ടന്മാരാണെന്ന്. ഹലോ തോമസ്, എടാ പൊട്ട, ഇങ്ങോട്ട് വാടാ. അവൻ പേടിച്ചു ഗസ്. അവൻ പേടിച്ചു. നമുക്ക് തൊഴിലടുത്തേക്ക് പോയി നോക്കണം കൊല്ലുന്നവരാണ്. എനിക്കൊരു പോയേക്കാം. വെറുതെ റിസ്ക് ഒക്കെ എടുക്കണേ. നമുക്ക് വേറെ പൊളി നോക്കാം ഗസ്. നമ്മളെ കൊല്ലുന്നു ഗസ്. അവിടെ വേറെ വിസരം കൂടി ഉണ്ട്. റെഡ് വാട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ അവിടെ അധികം ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. ഗസ്, നമുക്ക് ഓടാനും പറ്റും. അയ്യോ, വെറുതെ അങ്ങോട്ട് ഓടിച്ചാൽ മതി. അയ്യോ, വീഡിയോ ആണ്. അയ്യോ ചാൾസ് ഇങ്ങനെയാണ് കേസ്. ആ പൊട്ടത്ത് അറ്റതൊക്കെ പോയി നിൽക്കണ കേസ്. എഗ്ഗോടെ ഒന്ന് എനിക്കറിയണം. ഓ, അത് ചോദിച്ചു ചാൾസാണത്. അയ്യോ കേസ്, ഇന്നലത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടാണ് വീഡിയോ ഇട്ടത്. അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് വലിയ കാര്യം ഇഷ്ടപ്പെട്ടില്ല. ബട്ട് വി ആർ കേസ്, നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ കേസ്. എന്താണ് കേസ്, അവിടുന്ന് സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അടിച്ച് ഓടിക്കും. നിങ്ങളുടെ ചാട്ടനല്ലേ എന്തെങ്കിലും ആട്ടെ. എവറാ ചാൾസ്?
എടോ ചാൾസ് അവിടെ പോയി. ഗൈസ് ആളൊന്നും പറയുന്നില്ല. ഗൈസ് നമുക്ക് ഇപ്പോഴാണ് ഇത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഗെറ്റ് പോയിന്റ്സ് ബൈ സ്റ്റീലിംഗ് ദി കോൾ ഓഫ് ഫ്രോം ദി ചൂസ്. ഓക്കെ നമുക്ക് മനസ്സിലായിരുന്ന സാധനം വെച്ചാൽ ഈ ചാൾസും പിന്നെ ഈ സാധനം ലൈല എന്തിനാണ് ലൈല തോമസ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരുത്തനും കൂടെ അപ്പുറത്തുണ്ട് എഗ്വാർഡ്. അമ്മമാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കരിക്കരി അടിച്ച് മാറ്റണം. എന്നിട്ട് നമ്മുടെ പോയിന്റ് കൂടും. കണ്ട മുമ്പിൽ മുകളിൽ 5. നമുക്കൊരു കാര്യം ചൂച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കോള് കളക്ട് ചെയ്ത് വരും. ഞാൻ ചോദിച്ചാൽ അവൻ്റെ സ്പൈഡർ എഞ്ചിനാണ്. സ്പൈഡർ എഞ്ചിനുണ്ടേ. ഹലോ ചൂച്ചൂസ്, ഹായ് ഐ ആം ഹിയർ. എന്താ എടുത്തോ ഓടിക്കോ. എടുത്തില്ലേ ഗീസ്? ഇതൊന്ന് പൊട്ടനോ? പിടിക്ക്. ഒരു കോള് കളക്ട് ചെയ്തിട്ട് ഓടിക്കോ. ഓക്കെ അങ്ങനെ ചെയ്യണത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. ഓക്കെ നമ്മുടെ പോയിന്റ് കൂട്ടിക്കൊണ്ടിരിക്കും. അയ്യോ ദേവൻ വരുന്നു. ബായി രക്ഷപ്പെട്ടു. കേസ് എടുത്തു. ഇതായിരുന്നല്ലേ ഞാൻ ചോദിച്ചത് വലയായിരുന്നു ആദ്യം. ഇനി നമുക്ക് അടുത്തത് എന്തെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റവൻ്റെ അടുത്ത് സംസാരിക്കണം. ഈ ചെക്കൻ്റെ അടുത്ത്. ഹലോ ബ്രോ, വാട്ട് ഈസ് ദ സൗണ്ട് ഫ്രോം ദി ടണൽ? ഞങ്ങളോട് ചോദിക്കുന്നത് എനിക്കെന്നറിയില്ല. പേടിച്ചു എൻ്റെ തോമസ് എഞ്ചിനി ഉള്ള അതേ ഇഷ്ടംപോലെ റോബിക്സ്. എൻ്റെ പൊന്നെ സത്യം മേടിച്ചിട്ട് ബായി രാവിലെ പേടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ് പേടിച്ച്. പക്ഷെ എൻ്റെ മോനത് നമ്മളെ മുമ്പിൽ തോമസ് തോന്നും. എൻ്റെ പൊന്നെ ഞാൻ സത്യം പേടിച്ചിട്ട് എൻ്റെ പൊന്നെ എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കണമെങ്കിൽ തോമസ് അവിടെ ആയിരുന്നില്ലേ? ഇമ്മ ടെലിപ്പോർട്ട് ചെയ്യണോ? എൻ്റെ പൊന്നെ പേടിയാണ്. ഓക്കെ ചൂച്ചോൾസ് അവിടെ നിൽക്കണ്. നമുക്ക് ഞാൻ ചെയ്യും അവൻ്റെ അടിച്ച് മാറ്റാം. രണ്ട് ഇപ്പോഴുണ്ടോ അവരെ നമ്മൾ പുറകെ വരും. ഓക്കെ നമുക്ക് പുറകെ വരാൻ പറ്റും. അവർ പുറകെ വരും. ഓക്കെ ഇതൊരു വലിയൊരു 11 മിനിറ്റിലത്തെ വീഡിയോ എനിക്ക് ഒരു ലൈവ് സ്ട്രീമൊക്കെ ഇതാ മതി. ശിവന്മാര് നോക്കിക്ക മൂട്ടി അടിക്കണം. എൻ്റെ കുറച്ച് നേരം സോറി എനിക്ക് കളി മനസ്സിലായിട്ടില്ല. വേറെ 2 പുതിയ ആൾക്കാരാണ് ഇവർക്കാണ് ഈ പുതിയ പൊട്ടന്മാരുടെ സ്വഭാവം. ഓക്കെ എന്നാൽ അവർ കഴിഞ്ഞ് തോമസിൻ്റെ ഇരുന്ന സാധനം അടിച്ച് മാറ്റാം. എനിക്ക് മനസ്സിലായി. ആ ടണലിൽ നിന്നാണ് നമ്മുടെ തോമസ് ട്രെയിൻ എഞ്ചിൻ വന്നത്. തോമസ് കുട്ടി കയ്യിലാണ് വന്നത്. എന്താ ഷോപ്പോ പോയിന്റ്സ് അങ്ങനെ പറ. അങ്ങനെ ഞാൻ റോബിക്സ് ആയിരിക്കും ഇതിലാട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അവൻ്റെ ഇത് അടിച്ച് മാറ്റാം. നോക്കണം തോമസിന് കോൾ അടിച്ച് മാറ്റിയിട്ട് പറ്റാം. പക്ഷെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. തോമസ് കുട്ടി ഇതേ നിൽക്കുന്നത് പിടിക്കാൻ മോന്താണ് എന്താ പോലെ സത്യമായിട്ട്. പക്ഷെ എൻ്റെ മോനെ നമുക്ക് സ്പീഡ് ചോടാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ വേഗതയൊന്നും വിഷയമല്ല. കാരണം ഇത് ഗെയിമായതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാം. ഓക്കെ ഗൈസ് ഒരു കാര്യം ചെയ്യാം ഗൈസ്, അവൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം. ഈ എഗ്വേഡ് ആരാ? അവൻ പോയേ വായിക്കാതെ ബാക്കിലുണ്ടോ പറയാൻ പറ്റില്ല. എന്നിട്ടാ ബോർഡിലേക്കാണല്ലോ ഇവിടെ ആ ചൂച്ചിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരും ചൂച്ചു സാറോ ചാൾസ്. അവൻ പേടിച്ച് അല്ല പേടിച്ചാവും. ഇതിലോട്ടെ നമുക്ക് പോവാം. അളിയാ അച്ഛൻ എന്താണ് മച്ചനെ? എന്തിനോട്ടെ നമുക്ക് അടുത്ത ചുച്ചിൻ്റെ സാധനം അടിച്ചിട്ട് ഓട്ടം കളയുന്നു. ഡബ്രോ ഇത് അങ്ങോട്ട് ഓടിക്കോ. ബാക്കിലുണ്ടാണോ? അല്ല സേഫ് സോണോടെ അതേ നിൽക്കുന്നു. അവൻ പിന്നിലെത്തി. ഓടിക്കോ. അയ്യോ കൊല്ല. ഭായി പിടിച്ച് ഇവിടെ നിന്നാണ് ദേവരാണ്. ഹലോ ബ്രോ തോമസ് കുട്ടി.
ഇതൊക്കെ നമുക്ക് ഓടിക്ക് വേഗം എടുത്തോ. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. എങ്ങനെ വരാം? 100 പോയിന്റ്സ് കണക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഗോൾ. അയ്യോ പോയി, അയ്യോ അത് മാഞ്ഞു പോയി. ഇപ്പം ഇയാളോട് വേണു വേണ്ടി സംസാരിക്കാൻ ഇതുപോലത്തെ സാധനം നമുക്ക് വീണ്ടും ഒരാളെ അടിച്ചു മാറ്റണം. ചൂച്ചി അടുത്ത് വെച്ചിട്ട് ആദ്യത്തെ സീന. ഇവന്മാരൊന്നും കടിക്കണിതില്. ഉണ്ടാക്കിയാണ് ഇയാളെ തോന്നിട്ടോ. മൊത്തം കുറേ പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകും. ചൂച്ചി ചൽസിന് നല്ല സൗണ്ട് ഉണ്ടാവുണ്ടോ? ഇവന്മാരെന്ത് കാണിക്കണ്? ആട്ടാണതേ കയറാൻ നോക്കണം. പറ്റൂല ചോദിച്ചിട്ടുണ്ടാവും. പേടിയാണ്. തോമസിനെ നമുക്ക് അടിച്ചേക്കാം നോക്കാം. എടുക്കാം. നമ്മുടെ തോമസിൻ്റെ നമുക്ക് സാധനം അടിച്ച് മാറ്റാം. അത് വേറെ അടുത്ത് അടിച്ച് മാറ്റാൻ പോവുക. അവനൊക്കെ എന്തിനു കൊള്ളാം. തോമസേ കൽക്കരി അങ്ങ് എടുക്കുക. ഓടിക്കോ തോമസേ. കിട്ടൂലടാ അവനെ, കിട്ടൂലേ. പിന്നെ കിട്ടൂല. പോടാ. ഇതേ പന്നി ഇതെൻ്റെ വകില്. ഓടിക്കോ. സേഫ് സോണിലേക്ക് വേഗം വിട്ടോ. ആ ചത്ത്. നൈറ്റായി. എനിക്ക് പണിയാട്ടോ. നൈറ്റായി പണി. നൈറ്റ് മാത്രം പണി. തോമസ് നമ്മളെ അടുത്തല്ലേ. തോമസ് ഞാൻ എടുക്കുക. ഓടിക്കോ. സേഫ് സോണിലേക്ക് വേഗം ഓടിക്കോ. അത്രേ ഉള്ളൂ. ഇന്നാണോ പിടിച്ചത്? ദേവരോ തോമസ് ഇവിടുന്ന് ഓ ചാവില്ല കേട്ടോ. എല്ലായിടത്തോ നോക്കണ്ട. നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവട്ട വരുന്നത്. പണത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പണം നമ്മളെ കൊല്ലാൻ ചാൻസുണ്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ബാക്കിയെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഒരു വട്ടം കൂടെ കളിച്ചിട്ട് നമുക്ക് ആ ചൂച്ചിൻ്റെ ചാൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സാധനം അടിച്ച് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. സോ എൻ്റെ കേസ് ഞാൻ കുറേ നേരം കളിക്കുന്നത് എനിക്ക് ഓൾറെഡി ഉണ്ട് ചെറുതായിട്ട്. അമ്മേ ഗൈസ് 3 ചാൻസ് ഉണ്ട്. 3 പേരുണ്ട്. ഓക്കെ ഗൈസ്, ഒരു ചൂച്ചി ചാൻസിൻ്റെ സാധനം അടിച്ച് വേണ്ടിയിട്ടുണ്ട്. ഇത് തല കാണുന്നു പമ്പരം പോലെ. അപ്പോൾ ആരുടെ നേരം അടിച്ച് മാറ്റാം. തോമസിൻ്റെ അടിച്ച് മാറ്റാം. തോമസിനെ അടുക്കുവോ. ഓടിക്കോ. സീസോണോടെ അതേ കാണുന്നത്. തോമസ് എൻ്റെ പുറകിലാണ്. കിട്ടൂല തന്നെ, നോക്കണ്ട. കിട്ടൂല തന്നെ. അതും കൂടെ എടുത്തേക്കാം. എന്തായാലും പോയെന്ന വഴിയൊക്കെ ചത്ത് കൊള്ളാല്ലേ. അവസാനം തീർത്തു. ഓക്കെ, നമ്മളെന്തായാലും നിങ്ങളെ അടിച്ചു പറ്റും. നമുക്ക് ഓടിക്കോ. അടിച്ചേ ഈടാ വാടാ വയ്യടാ. എന്താണ് നമ്മളോട് വേണ്ടിയിട്ട് അടിച്ചാവോ? ഇല്ല. നമുക്കിനി കാര്യം ചെയ്യാം. ഈ സാധനമൊക്കെ നമുക്ക് മൊത്തം കളക്ട് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതൊക്കെ ഉള്ളത് ഇപ്പോൾ